നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പുഡിംഗ് ആണ്. ഇത് വളരെ ഈസിയായും ടേസ്റ്റിയായും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ആദ്യം അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് പരിചയപ്പെടാം. അല്പം പഞ്ചസാര, ബ്രെഡ് പൊടിച്ചത്, മുട്ട, എസൻസ്, പാൽ. ആദ്യം ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതിനുശേഷം പാല് നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് പുഡിംഗ് ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മധുരം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് അല്പം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചത് നന്നായിട്ട് ചേർത്ത് ഇളക്കുക. നന്നായി മുട്ട ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ പൊടിച്ചു വച്ചിരിക്കുന്ന ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇത് നന്നായി യോജിച്ച ശേഷം ഇതിനകത്തേക്ക് 2 തുള്ളി എസൻസ് ഒഴിക്കുക. ഞാനിപ്പോൾ പൈനാപ്പിൾ എസൻസാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. വാനില എസൻസ് ആയാലും ഒന്നുകൂടി നല്ലതായിരിക്കും. ഇതിന് ശേഷം കുറച്ച് നട്ട്സ് അതിൻ്റെ മുകളിലേക്ക് വിതറുക. ശേഷം ഇതൊരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സ്റ്റീമർ എടുത്ത് വെച്ച് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഇത് വയ്ക്കുക. പിന്നെ നമ്മുടെ പുഡിങ് എടുത്ത് ഇതിലേക്ക് വയ്ക്കുക. നമുക്കത് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പുഡിങ് എവിടം വരെയായി നോക്കാം. ഏകദേശം പരുവായിട്ടുണ്ട്. ഇനി നമ്മളൊരു കോർക്കെടുത്ത് പയ്യെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പം കണ്ടോ, കോർക്കിൽ ഒന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇതതിൻ്റെ പരുവത്തിനായിട്ടുണ്ട്. അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യുക, വാങ്ങി വയ്ക്കുക. ഇനി ഇത് തണുക്കുന്നോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം പുറത്തെടുത്ത് മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പുഡിങ് ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് പ്ലേറ്റിലേക്ക് ആക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത ദിവസം വേറൊരു ഐറ്റവുമായി കാണാവുന്നതാണ്. താങ്ക് യു.